ലോകം ശ്വാസമടക്കി പിടിച്ചു നോക്കുന്ന ഒരു നയതന്ത്ര നാടകത്തിനാണ് പശ്ചിമേഷ്യൻ കടലിടുക്കുകൾ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വശത്ത് മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഉന്നതതല ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു. മറുവശത്ത് ആകാശത്തും കടലിലും യുദ്ധസമാനമായ നീക്കങ്ങൾ തുടരുന്നു. US നാവികസേനയുടെ കരുത്തനായ USS എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ വന്ന ഇറാനിയൻ ഡ്രോണിനെ അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതോടെ അന്തരീക്ഷം വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. സമാധാന ചർച്ചകൾക്ക് തൊട്ടുമുമ്പ് നടന്ന ഈ സൈനിക നീക്കം വരാനിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അറേബ്യൻ കടലിൽ നിർണായകമായ ആ സംഭവം അരങ്ങേറിയത്. USS എബ്രഹാം ലിങ്കനെ ലക്ഷ്യമാക്കി അക്രമാസക്തമായി എത്തിയ ഷാഹെദ് 139 എന്ന ഇറാനിയൻ ഡ്രോണിനെ അമേരിക്കയുടെ അത്യാധുനിക F-35C യുദ്ധവിമാനം തകർത്തു വീഴ്ത്തുകയായിരുന്നു. ഇറാൻ തീരത്ത് നിന്ന് ഏകദേശം 500 മൈൽ അകലെ അന്താരാഷ്ട്ര ജലാതിർത്തിയിലായിരുന്നു ഈ ഏറ്റുമുട്ടൽ. ഡ്രോണിൻ്റെ ഉദ്ദേശം വ്യക്തമല്ലായിരുന്നുവെന്നും എന്നാൽ കപ്പലിന് ഭീഷണിയായ രീതിയിൽ അത് അടുത്തുകൊണ്ടിരുന്നതിനാലാണ് സ്വയരക്ഷയ്ക്കായി വെടിവെച്ചിട്ടതെന്നുമാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ പതാക വഹിച്ച സ്റ്റെന ഇംപറേറ്റീവ് എന്ന ചരക്ക് കപ്പലിനെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡുകൾ ഉപരോധിക്കാൻ ശ്രമിച്ചതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കി. ഈ സൈനിക പ്രകോപനങ്ങൾ നടക്കുന്നത് വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. ഇറാനിൽ കഴിഞ്ഞ മാസങ്ങളിൽ നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളും അതിനെ തുടർന്നുള്ള ആഭ്യന്തര അസ്വസ്ഥതകളും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ അമേരിക്കയുമായി നീതിയുക്തമായ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കാറുള്ള പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പിന്തുണയോടെയാണ് ഈ മാറ്റമെന്നത് ശ്രദ്ധേയമാണ്. ഇതിൻ്റെ മറുപടി എന്നോണം തുർക്കിയിൽ വെച്ച് ഇറാനിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ അയക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറെടുക്കുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയത്തിന്റെ പ്രത്യേകതയായ കടുത്ത സമ്മർദ്ദവും ഒത്തുതീർപ്പും എന്ന ശൈലിയാണ് ഇവിടെയും നിഴലിക്കുന്നത്. നയതന്ത്രത്തിന് 2 പേർ ഒത്തുചേരണം എന്ന വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റിന്റെ പ്രസ്താവന ഇതിന്റെ സൂചനയാണ്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുക എന്നതിലുപരി അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും അവസാനിപ്പിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ട്രംപ്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാന്റെ 3 ആണവ നിലയങ്ങൾ അമേരിക്ക തകർത്തത് ട്രംപിന്റെ കർശനമായ സൈനിക നിലപാടിന്റെ തെളിവായിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ഇറാൻ ഗൗരവമായാണ് കാണുന്നത്. എങ്കിലും സൈനികമായ ഈ ഉരസലുകൾക്കിടയിലും ചർച്ചകൾ തുടരണമെന്ന സൂചനയാണ് ഇരുഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നിലവിൽ ഒമാനിലായിരിക്കും ചർച്ചകൾ നടക്കുക എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. തുർക്കിക്ക് പുറമെ ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ ചർച്ചകളിൽ മധ്യസ്ഥരായി പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാമ്പത്തിക ഉപരോധങ്ങൾ മാറ്റുക എന്നത് അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയാകട്ടെ മേഖലയിൽ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാതെ തന്നെ ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് കടിഞ്ഞാണിടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഷാഹേദ് ഡ്രോൺ വെടിവെച്ചിട്ട സംഭവം ചർച്ചകളെ അട്ടിമറിക്കില്ലെന്ന് വേണം കരുതാൻ. മറിച്ച് ചർച്ചകൾക്ക് മുമ്പുള്ള ഒരുതരം ശക്തി പ്രകടനമായി വേണമെങ്കിൽ ഇതിനെ കാണാം. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ പ്രതിരോധ കവചം എത്രത്തോളം ശക്തമാണെന്ന് അമേരിക്കയും ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ ഈയൊരു ബാലൻസിംഗ് ആക്ട് എപ്പോൾ വേണമെങ്കിലും പാളിപ്പോകാം. ചെറിയൊരു പിഴവ് പോലും മേഖലയെ വൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. വരും ദിവസങ്ങളിൽ തുർക്കിയിലോ ഒമാനിലോ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. നയതന്ത്രത്തിൻ്റെ പാതകൾ എപ്പോഴും വെടിയുണ്ടയുടെയും ഭീഷണിയുടെയും ഇടയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ നിലപാടുകളിൽ മാറ്റം വരുത്തുമോ അതോ അമേരിക്കയുടെ ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കുമോ എന്നത് കണ്ടറിയണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കടലിലെ പ്രകോപനങ്ങൾ തുടരുമ്പോഴും ഇരുപക്ഷവും മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം ചർച്ചകൾ പരാജയപ്പെട്ടാൽ സംഭവിക്കാനിരിക്കുന്ന മോശമായ കാര്യങ്ങൾ ആർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.